കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെയും അധ്യാപക സമൂഹത്തെയും ഒരുപോലെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള കേടെക് നടത്തിപ്പിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫെബ്രുവരി 21, 23 തീയതികളിൽ നടന്ന കേടെക് പരീക്ഷയുടെ ഫലം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ അടുത്ത പരീക്ഷയ്ക്കുള്ള പുതിയ വിജ്ഞാപനം വന്നിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പരീക്ഷയിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾ തങ്ങൾ ജയിക്കുമോ തോൽക്കുമോ എന്ന് പോലും അറിയുന്നതിന് മുൻപാണ് ഈ പുതിയ വിജ്ഞാപനം. പരീക്ഷാഫലം കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് സർവീസിലുള്ള അധ്യാപകരെയും ഉദ്യോഗാർത്ഥികളെയും പരീക്ഷാ ഫീസിന്റെ പേരിൽ ചൂഷണം ചെയ്യാനുള്ള നീക്കമാണ് ഇതെന്നതാണ് പ്രധാന ആരോപണം. സംസ്ഥാനത്തെ സ്കൂൾ അധ്യാപക നിയമനത്തിന് നിർബന്ധമായ യോഗ്യതാ പരീക്ഷയാണ് കേടെക്. എന്നാൽ ഈ പരീക്ഷാ നടത്തിപ്പ് ഇപ്പോൾ വെറും ഒരു പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുന്നു. പരീക്ഷാ നടത്തിപ്പിലെ ഈ അപാകതകൾ സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുന്നതിന് തുല്യമാണ് എന്നതാണ് അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ പോലും ഫലം പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകാതെ പരീക്ഷാ ഭവൻ പണം പിരിക്കാൻ മാത്രം ധൃതി കാണിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യവും ഇതിനകം ഉയർന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ സർവീസിലുള്ള അധ്യാപകർക്ക് മാത്രമാണ് പുതിയ വിജ്ഞാപന പ്രകാരം പരീക്ഷ എഴുതാൻ സാധിക്കുന്നത്. 1000 രൂപ വരെയാണ് ഓരോ കാറ്റഗറിയിലേക്കുമുള്ള അപേക്ഷാ ഫീസ്. റിസൾട്ട് വരാൻ വൈകുന്നത് വഴി ലക്ഷക്കണക്കിന് രൂപയാണ് അധികമായി സർക്കാരിലേക്ക് എത്തുന്നത്. വിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനാണെന്ന പേരിൽ നടത്തുന്ന ഇത്തരം പരീക്ഷകൾ അധ്യാപകരെയും ഉദ്യോഗാർത്ഥികളെയും ചൂഷണം ചെയ്യാനുള്ള ഉപാധിയായി മാറരുത്. അധികൃതരുടെ ഭാഗത്തു നിന്നും നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് അധ്യാപക സംഘടനകളുടെ തീരുമാനം.